ആദ്യത്തെ പോസ്റ്റ്മാൻ ഇതിൻ്റെ വിദ്യാലയൻ്റെ കണ്ടുപിടിക്കുന്നതാണ്. കാരണം അയാൾ കുറച്ച പോകണം, എനിക്കൊരു പറ്റാത്തതാണ്. അങ്ങനെ ഒരു കാരണം ആ ഒരു ഫീൽഡ് നമുക്ക് പ്രയാസം തോന്നിയപ്പോൾ ആ ഫീൽഡ് കാരണം മീഡിയാണ് എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് പിന്നെ കുറച്ച് സമയം പാലക്കോട് മഞ്ചേരി റോയൽ ഒരു വർഷം 1.5 വർഷം വർക്ക് ചെയ്തു. അപ്പോഴാണ് 8 മണിക്കൂറോളം വർക്ക് ചെയ്താൽ കിട്ടുന്നത് അന്ന് 800 രൂപയാണ്. ഒരു ദിവസം വർക്ക് ചെയ്ത് അങ്ങനെ 8 30 28 27 ദിവസം 25 സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും തന്നെ 1 വർഷം കഴിഞ്ഞു 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഡിഗ്രി മാർച്ച് 7 പരീക്ഷ കഴിഞ്ഞപ്പോൾ അവിടെ എക്കണോമിക്സിൻ്റെ ഒരു ഇഷ്ട വിഷയം എക്കണോമിക്സ് ആയിരുന്നു. കാരണം ഹിസ്റ്ററിക്കും അവിടെ ഒഴിവെടുന്നപ്പോൾ ഞാൻ പോയില്ല. എൻ്റെ സുഹൃത്തിനെ മുമ്പ് കിട്ടും. അപ്പോൾ അവിടെ തന്നെ ആഴ്ച തന്നെ എക്കണോമിക്സ് വന്നപ്പോൾ എക്കണോമിക്സ് 1.5 വർഷം അധ്യാപക ഫീൽഡിനോട് താല്പര്യമുണ്ട്. പക്ഷേ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിവാക്കാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ ഇട്ട് എറിഞ്ഞു. അപ്പോഴാണ് 97 ബി എഡ്. കാരണം മലപ്പുറത്ത് ഇഷ്ടംപോലെ ബി എഡ് സെൻ്ററുകൾ വന്നപ്പോൾ ആ ബി എഡ് സെൻ്ററിൽ ഞാൻ മലപ്പുറത്തെ പുതിയ ബി എഡ് സെൻ്ററിൽ നമ്മൾ ബി എഡ് കഴിയും. എൻ്റെ ഭാഗ്യം പോലെ തന്നെ അതിൻ്റെ ഇടയിലൊരു ഗൾഫിലേക്കൊരു യാത്രക്ക് ശ്രമമാണ്. നമ്മൾ തെളിഞ്ഞ് പിന്നെ പാലക്കോട് ഒഴിവാക്കാൻ ഗൾഫിലേക്ക് പോകാൻ പറ്റിയത്. അത് 2 പ്രാവശ്യം ബോംബെ പോയി. എൻ്റെ വിസ എനിക്ക് അയച്ചു തന്ന വിസ അറബി കൊടുത്ത അറബിൻ്റെ നോക്കിയത് അറബി ഒരാളെ കൊടുത്തയച്ചത് അറബിൻ്റെ. അപ്പോൾ ഹൈദരാബാദിൽ വിളിക്കാൻ വേണ്ടത് നമുക്ക് 1200 ശമ്പളം തരാമെന്ന് പറഞ്ഞാലാണ് അങ്ങോട്ട് കരാർ. എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ വിഷയം. അതുകൊണ്ട് ചെയ്തു 600 ഒരാൾക്കായിട്ടാണ്. അപ്പോൾ 2 ആൾക്കായിട്ടാണ് എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് 2 ആൾക്കായിട്ടാണ് ഞാൻ ചെയ്തത് കരാറുണ്ടാക്കി. അങ്ങനെ അതുകൊണ്ട് 2 പ്രാവശ്യം പോകുമ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് 2 വട്ടം ഞാൻ എയർപോർട്ട് വന്ന കാലം കരിപ്പൂർ എയർപോർട്ടിൽ പെട്ടെന്ന് പോകാൻ പറഞ്ഞു. ആദ്യത്തെ വിമാനത്തിൽ കയറി. 4 വിമാനത്തിൽ കയറുന്നത് ഞാൻ തന്നെ 2400 ടിക്കറ്റാണ്. ടിക്കറ്റ് കൊടുത്ത് അതൊക്കെ പോയി. അതും എൻ്റെ ഭാഗ്യത്തിന് അതൊക്കെ